ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഒരു ഗെറ്റ് അൺറെഡി വിത്ത് മീ വീഡിയോ ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഓർണമെൻറ്റ്സ് ഒക്കെ ഒന്ന് ഊരി മാറ്റാം. ഞാൻ കമ്മലും വളയും മാത്രമേ ഓർണമെൻറ്റ്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അതൊക്കെ ഒന്ന് ഊരി മാറ്റി. ഇനി നമുക്ക് പൊട്ട് മാറ്റാം. അങ്ങനെ പൊട്ടും മാറ്റി. ഇനി തലയിലുള്ള ക്ലിപ്പും സാധനങ്ങളും ഒക്കെ ഒന്ന് അഴിച്ചിട്ട് മുടി ഒന്ന് കെട്ടി വെക്കാം. എനിക്ക് മുടി അഴിച്ചിട്ടിട്ട് മുഖത്തൊന്നും ചെയ്യുന്ന ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ ക്ലിപ്പും സാധനങ്ങളും എല്ലാം മാറ്റി മുടി ഒന്ന് പൊക്കി കെട്ടിയിട്ട് നമുക്ക് മുഖത്തെ കാര്യങ്ങളായി ചെയ്യാം. അങ്ങനെ ഫ്രണ്ട്സ്, ഞാൻ മുടി പൊക്കി കെട്ടി. ഇനി നമുക്ക് മേക്കപ്പ് റിമൂവ് ചെയ്യാം. ഞാനിവിടെ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിലാണ് കേട്ടോ. പാരച്യൂട്ടിൻ്റെ കോക്കനട്ട് ഓയിലാണ് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത്. എനിക്ക് മേക്കപ്പൊക്കെ മുഖത്തെ മേക്കപ്പ് എല്ലാം കളയാൻ വേണ്ടി ഞാൻ കൂടുതലും ഇതാണ് യൂസ് ചെയ്യുന്നത്. പലരും പലതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ബേബി ഓയിൽ യൂസ് ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ട്, മൈസലർ വാട്ടർ യൂസ് ചെയ്യുന്നതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. ബട്ട് എനിക്ക് കണ്ണിലെയൊക്കെ മേക്കപ്പ് കളയാൻ ഏറ്റവും ഇഷ്ടം കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ബട്ട് നമ്മൾ എന്ത് കാര്യം യൂസ് ചെയ്താലും കണ്ണിനകത്ത് പോവാതെ ശ്രദ്ധിക്കണം. ഇവിടെ എൻ്റെ കണ്ണിനകത്ത് പോയിട്ട് കണ്ണ് നീറിയിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. അടുത്തായിട്ട് ഞാനൊരു ഫേസ് വാഷ് വെച്ച് മുഖം കഴുകിയിട്ട് വരാം. അങ്ങനെ ഫേസ് വാഷ് വെച്ച് വാഷ് ചെയ്തു. എന്നിട്ട് ടവൽ വെച്ചൊന്ന് മുഖം ഒപ്പി കൊടുക്കുകയാണ്. അപ്പം വെള്ളമെല്ലാം ഉണങ്ങി മേക്കപ്പ് എല്ലാം പോയോന്നറിയാൻ വേണ്ടി ഞാൻ ക്യാമറയുടെ അടുത്തോട്ട് വന്ന് നോക്കുകയാണ്. അക്കുരുവെല്ലാം കാണാം. അപ്പം സെറ്റ്. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഡ്രസ്സൊന്ന് മാറ്റാം. നമ്മൾ ഡ്രസ്സ് മാറിയിരിക്കുന്നു ഗൈസ്. ഇനി അടുത്തായിട്ട് മുടി ഒന്ന് ചെയ്യുക. നമ്മൾ മുടി മേക്കപ്പ് ഒക്കെ ഇടുന്നതിന് മുമ്പും മേക്കപ്പ് ഇട്ട് അൺറെഡി ആവുന്ന സമയത്തും നമ്മൾ മുടി ചെയ്യണം. അത് ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. അങ്ങനെ ഞാൻ മുടി ചെയ്ത് കെട്ടി. ഇനി അടുത്തായിട്ട് ഒരു ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടോണർ പോയി എടുത്തിട്ട് വരുന്നതിന് മുമ്പ് ഞാൻ പോയി കൈ കഴുകിയിട്ട് വരട്ടെ. അങ്ങനെ ഗൈസ്, നമ്മൾ ടോണർ എടുത്തു. ഇനി നമുക്ക് ടോണർ അടിച്ചു കൊടുക്കാം മുഖത്ത്. ഇതിനെ ഒന്ന് ഉണങ്ങട്ടെ. ഞാൻ കൈ കൊണ്ട് വീശി ഉണക്കി ഇതെന്ന് ഉണങ്ങി വരാനാണെന്ന് വിചാരിച്ച് അവസാനം കൈ കൊണ്ട് ഇതേ ഇങ്ങനെ ഒപ്പിക്കൊടുത്ത് ഉണക്കി കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമുക്കിനി ഒരു ലിപ് ബാം ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വിഷ് കെയറിൻ്റെ ലിപ് ബാമാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.